തമിഴ് വെട്രികഴകം TBKയുടെ റാലിയിൽ മരിച്ചവരുടെ എണ്ണം 40ആയി. ഇനിയും ഗുരുതരാവസ്ഥയിലുള്ളവർ ഉണ്ടെന്നാണ് ആശുപത്രികൾ നൽകുന്ന സൂചന. നിലവിൽ 70 പേരോളം ചികിത്സയിലുണ്ട്. ഇതിനിടയിൽ സാധാരണക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുഖം രക്ഷിക്കാൻ വിഴുപ്പലക്കൽ തുടങ്ങി. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് TBK ആവശ്യപ്പെട്ടു. വിജയ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ പത്രക്കാരോട് പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ ഇന്ന് വൈകിട്ട് പൂജ വയ്ക്കും. ചൊവ്വാഴ്ചയാണ് ദുർഗാഷ്ടമി, ബുധനാഴ്ച മഹാനവമി. പൂജയെടുപ്പും വിദ്യാരംഭവുമാണ് ആഘോഷത്തിലെ പ്രാധാന്യമുള്ള ചടങ്ങുകൾ. വിജയദശമി വിദ്യാരംഭത്തിന് ക്ഷേത്രങ്ങളും തുഞ്ചൻ പറമ്പുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെ മകൾ ഡോക്ടർ മാലതി ദാമോദരന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാടും നാട്ടാരും. ശിശുരോഗ വിദഗ്ധയും ആരോഗ്യ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായ ജനകീയ മുഖവുമായിരുന്ന ഡോക്ടർ മാലതി തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്താണ് താമസിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. BJPയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരം ബ്രഹ്മോസ് DRDOയുടെ ഭാഗമായി നിലനിൽക്കുമെന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും BMS അറിയിച്ചു. വന്യജീവി ആക്രമണത്തിന് അറുതി വരുത്തുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 400-ലേറെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നതായി കണക്കുകൾ നിരത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കഴിഞ്ഞ മാസം മാത്രം 67 പന്നികളെയാണ് ലൈസൻസുള്ള ഷൂട്ടർമാർ വെടിവെച്ചു കൊന്നത്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു കിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ന് ലോക ഹൃദയ ദിനം. ലോകത്തിൽ ഓരോ 5 പേരിൽ ഒരാൾ ഹൃദയ സംബന്ധമായ അസുഖത്താൽ മരണപ്പെടുന്നു. പ്രതിവർഷം 2 കോടിയിലേറെ പേർ. ജീവിതശൈലി ചെറുതായി വ്യത്യാസപ്പെടുത്തിയാൽ മരണം 80% വരെ തടയാനാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കെയർ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് നടത്തിയ ഷെർപ്പ സീനിയർ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളുകളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളെ ഒരുമിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടൽ നിലവിൽ വന്നു. കൈറ്റിനാണ് പോർട്ടലുകളുടെ ചുമതല. സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചാരംഭിച്ച സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം നഗരപ്രദേശങ്ങളിൽ നിർജീവമാണെന്ന് ലോകബാങ്ക് കണ്ടെത്തി. വായ്പയിൽ 800 കോടി വെട്ടിക്കുറച്ചു. ഈ അവസ്ഥ തുടർന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നും ലോകബാങ്ക് വൃത്തങ്ങൾ സൂചന നൽകി. വെർച്വൽ തട്ടിപ്പുകാരൻ മഹാരാഷ്ട്ര സ്വദേശി സന്തോഷിനെ മട്ടാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജിമ്മി ജോസും സംഘവും മഹാരാഷ്ട്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മട്ടാഞ്ചേരി സ്വദേശിനിയെ ഭീഷണിപ്പെടുത്തി 3 കോടിയോളം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ്. മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നത് പോലെ LPG കണക്ഷനും ഇഷ്ട കമ്പനിയിലേക്ക് മാറ്റാവുന്ന തരത്തിലുള്ള പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വരുന്നു. 17 ലക്ഷത്തിലധികം ഉപഭോക്തൃ പരാതികളിന്മേൽ ആശ്വാസമാകുന്ന നടപടിയാവും ഈ പോർട്ടബിലിറ്റി സംവിധാനമെന്ന് കരുതുന്നു. ശമ്പള പരിഷ്കരണത്തിലെ അപാകത കാരണം മെഡിക്കൽ അധ്യാപകർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന വേതനത്തിലുള്ള കുറവ് പരിഹരിക്കുന്നില്ല എന്ന് പരാതി. 57 മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളതെന്ന് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. പുതിയ നിയമനവും അവതാളത്തിലാണെന്നാണ് പരാതി. മുഖ്യമന്ത്രി എന്നോടൊപ്പം പരിപാടിയുടെ സിറ്റിസൺ കണക്ട് സെന്റർ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. 1800-4256-789 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ മുഖ്യമന്ത്രിയോട് നേരിട്ട് അഭിപ്രായങ്ങളും പരാതികളും അറിയിക്കാം. നടൻ ശ്രീനിവാസന്റെ ഇഷ്ടം പിന്തുടർന്ന് മകൻ ധ്യാൻ ശ്രീനിവാസൻ. ശ്രീനിവാസന്റെ ഇഷ്ടമായ കൃഷിയിലേക്കാണ് മകനും നടനുമായ ധ്യാനും എത്തുന്നത്. 80 ഏക്കറിൽ നെൽകൃഷിയാണ് ധ്യാൻ ശ്രീനിവാസൻ ലക്ഷ്യമിടുന്നത്.
ഉദയംപേരൂർ, കണ്ടനാട്, പുന്നച്ചലാണ് പാടശേഖരം. ഇന്നലെ നടന്ന 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യൻ ടീം കിരീടത്തിൽ മുത്തമിട്ടു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 19.1 ഓവറിൽ 146 റൺസിന് പുറത്തായി. 19.4 ഓവറിൽ 150 റൺസ് നേടി ഇന്ത്യ വിജയിച്ചു. സഞ്ജു സാംസൺ 21 പന്തിൽ നിന്ന് 24 റൺസ് എടുത്തു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.